അങ്ങനെയാണെങ്കിൽ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി എബൌട്ട് ആൻ ആക്സിസ് ഈസ് ദ സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് ദി മാസ് ഓഫ് ദി പാർട്ടിക്കിൾ ആൻഡ് സ്ക്വയർ ഓഫ് ദ റെസ്പെക്റ്റീവ് ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിജിഡ് ബോഡി ഈസ് ദി സം ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദി പാർട്ടിക്കിൾസ് ആൻഡ് ദി സ്ക്വയർ ഓഫ് ദ റെസ്പെക്റ്റീവ് ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈസ് കോൾഡ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അതുകൊണ്ട് തന്നെ എന്താണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് നോട്ട് ഓൺലി ഓൺ ദി മാസ് ഓഫ് ദി ബോഡി ബട്ട് ഓൾസോ ഓൺ ദി മാനർ ഇൻ വിച്ച് ദ മാസ് ഡിസ്ട്രിബ്യൂട്ടഡ് അറൗണ്ട് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഒരു റൊട്ടേഷണൽ കേസിലുള്ള മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. അത് നോട്ട് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദി മാസ് ഓഫ് ദി ബോഡി, ആ ബോഡിയുടെ മാസിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, ബട്ട് ഓൾസോ ഓൺ ദി മാനർ ഇൻ വിച്ച് ദ മാസ് ഡിസ്ട്രിബ്യൂട്ടഡ് അറൗണ്ട് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആ ആക്സിസ് ഓഫ് റൊട്ടേഷന് ചുറ്റുമായിട്ട് ആ മാസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നതിനെയും കൂടിയാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മാസ് ഡിസ്ട്രിബ്യൂഷൻ വേരി ചെയ്യുമ്പോൾ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറും. ഒരു റിജിഡ് ബോഡി തന്നെ നമ്മൾ പല രീതിയിൽ പല ഓറിയൻറ്റേഷനിൽ നമ്മൾ ആക്സിസ് ഓഫ് റൊട്ടേഷൻ്റെ ചുറ്റും പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഒരു വുഡൻ ബാറ് തന്നെ നമ്മൾ ഇപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വുഡൻ ബാറ് തന്നെ നമ്മൾ പല രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറും. അപ്പോൾ ആക്സിസ് ഓഫ് റൊട്ടേഷന് ചുറ്റുമുള്ള ആ മാസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വേരി ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും മാറും. ദെൻ അടുത്ത് പഠിക്കാനുള്ളത് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പോൾ നമ്മൾ റിജിഡ് ബോഡി എടുക്കുന്നു, അതിൻ്റെ മാസ് ആണെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം. ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിജിഡ് ബോഡി എബൌട്ട് ആൻ ആക്സിസ് ക്യാൻ ബി റിട്ടൺ ആസ് I is equal to mk². അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I is equal to mk² എന്നും ഒരൊറ്റ ഫോർമുലയിൽ mk² എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. വേർ m ഈസ് ദ മാസ് ഓഫ് ദി ബോഡി ആൻഡ് k ഈസ് എ ഡിസ്റ്റൻസ് കോൾഡ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ആ ഡിസ്റ്റൻസ് കെയെ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അതുകൊണ്ട് തന്നെ റേഡിയസ് ഓഫ് ഗൈറേഷൻ അബൌട്ട് ദി ആക്സിസ്. അതുകൊണ്ട് തന്നെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ ബോഡി അബൌട്ട് ആൻ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈസ് ദാറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ദ സ്ക്വയർ ഓഫ് വിച്ച് വെൻ മൾട്ടിപ്ലൈഡ് ബൈ ദി ടോട്ടൽ മാസ് ഓഫ് ദി ബോഡി ഗിവ്സ് ദി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ബോഡി അബൌട്ട് ദി ആക്സിസ്. അപ്പോൾ അതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ അബൌട്ട് ആൻ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈസ് ദാറ്റ് ഡിസ്റ്റൻസ്. അതൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ്. ഹൂ സ്ക്വയർ വെൻ മൾട്ടിപ്ലൈഡ് ബൈ ദി ടോട്ടൽ മാസ് ഓഫ് ദി ബോഡി ഗിവ്സ് ദി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ആ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആ ബോഡിയുടെ മാസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആ ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദാറ്റ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കെ നമുക്ക് എങ്ങനെ എഴുതാം? k is equal to √I/m. അപ്പോൾ hence the total mass of the body may be supposed to be concentrated at a radial distance k from the axis of rotation. അപ്പോൾ ഒരു ബോഡി റൊട്ടേഷണൽ മോഷൻ ഒരു ആക്സിസ് അബൌട്ടായിട്ട് റൊട്ടേഷൻ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ബോഡിയുടെ എല്ലാ മാസും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്നും ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ കെ എന്ന് പറയുന്നത്. പക്ഷേ ലീനിയർ മോഷനിൽ നമ്മൾ പറഞ്ഞു ആ ബോഡി ഒരു പോയിൻ്റ് മാസ്സായിട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ ആ പോയിൻ്റ് മാസ് അതായത് ആ ബോഡിയുടെ മാസ് എല്ലാം കൂടി ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. അതിനെ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഒരിക്കലും സെൻറ്റർ ഓഫ് മാസ് ആവണമെന്നില്ല. റൊട്ടേഷണൽ മോഷനിൽ ആ ബോഡിയുടെ മാസ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിൻ്റ് സെൻറ്റർ ഓഫ് മാസിലാവണമെന്നില്ല. ചിലപ്പോൾ അത് ബോഡിയുടെ പുറത്തായിരിക്കാം, ചിലപ്പോൾ അത് അകത്തായിരിക്കാം. അത് ബോഡിയിലെ മാസ് ഡിസ്ട്രിബ്യൂഷന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
അതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പോൾ നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ വേറൊരു രീതിയിലും ഡിഫൈൻ ചെയ്യാം. എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ ബോഡി ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് ദ distance from the axis at which all the mass of the body could be concentrated without changing the moment of inertia. എന്താണ് ഒരു ബോഡി റൊട്ടേഷണൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ബോഡിയുടെ മാസ് എല്ലാം കൂടി ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ആ പോയിന്റിൽ നിന്നും ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങളെ എനിക്കൊരു ദിവസം കാണണം. നമ്മളൊരു മീറ്റ് അറേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് സൗകര്യമുള്ളൊരു സമയം എനിക്കും നിങ്ങൾക്ക് സൗകര്യമായിട്ടുള്ളൊരു സമയം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാം. കഴിഞ്ഞ ആഴ്ചയും പരിചയപ്പെടാൻ പറ്റിയില്ല. ഞാൻ കോളേജിലോട്ട് പോകുമ്പോൾ ബസ്സിലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളൊന്നും പരിചയപ്പെടാൻ പറ്റാത്തത്. ഇന്നും അതിനുള്ള സൗകര്യമില്ല. വേറൊരു ദിവസം ഞാൻ പറയാം. ഓക്കെ.